പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ രണ്ട് ലോകങ്ങളിലും തൻ്റെ കരുണയും മനോഗുണവും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദിവസം തിരുവചനത്തിൻ്റെ കേൾവിയിലും ശുശ്രൂഷയിലുമായിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കിയതിന് ദൈവത്തെ നമുക്ക് ഓർത്ത് മുഖത്തപ്പെടുത്താം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കുന്നൊരു വിഷയം 1 തിമോത്തിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ ഒരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: നീ അഭിവൃദ്ധി പ്രാപിക്കാൻ ഇടയാകട്ടെ. നിൻ്റെ പുരോഗതി, നിൻ്റെ അഭിവൃദ്ധി എല്ലാവരും കാണട്ടെ. നിൻ്റെ അഭിവൃദ്ധി എല്ലാവരും കാണട്ടെ, അറിയാനിടയാകട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പുരോഗതി, അത് നമ്മുടെ പുരോഗതി മറ്റുള്ളവരറിയാനും നമുക്ക് താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധനായ ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ കൽപ്പിക്കുന്നു: നിൻ്റെ പുരോഗതി എല്ലാവരും അറിയട്ടെ, കാണാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, എങ്ങനെയാ പുരോഗതി പ്രാപിക്കുന്നത്? പുരോഗതി പ്രാപിക്കാൻ എന്താ മാർഗം? അതിനുള്ള വഴികളെന്ത് എന്ന് 14-15 വചനങ്ങളിൽ വ്യക്തമായിട്ട് ശ്ലീഹ ബോധ്യപ്പെടുത്തുകയാണ്. വചനം ഇങ്ങനെയാണ്: പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം നീ അവഗണിക്കരുത്. വചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരം നീ അവഗണിക്കരുത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ തോന്നലനുസരിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർക്കുകയോ അവയെ പരിഗണിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടുകയോ അല്ല നമ്മൾ ചെയ്യുന്നത്. അതാത് സമയത്ത് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ ശ്ലീഹ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്: പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം നീ അവഗണിക്കരുത്. അങ്ങനെ നീ കൃപാവരം അവഗണിക്കാതെ അത് അനുഷ്ഠിച്ച് അതിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ, അതെ, നീ അഭിവൃദ്ധി പ്രാപിക്കും. മാത്രമല്ല, നിൻ്റെ പുരോഗതി മറ്റുള്ളവർ കാണാനിടയാകും. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ പറയുന്നു, ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. പക്ഷേ വാസ്തവത്തിൽ നമുക്കിത് ഒരു ബോധ്യത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ഈ തരത്തിലുള്ള ചിന്തകളും തിരിച്ചറിവുകളും ഒക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. കാരണം എന്താ? മനുഷ്യൻ്റെ മനസ്സ് സ്ഥിരമല്ലാതിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നിമിഷവും ഓരോ സന്ദർഭത്തിലും മനസ്സിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ പുതുതാക്കപ്പെടണം, നവീകരിക്കപ്പെടണം. അതാണ് ശ്ലീഹ നമ്മെ ഓർമ്മിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ പറയുകയാണ്: നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ നിങ്ങളിനി ജീവിക്കരുത്. നാം ഓരോരുത്തരും വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി മാത്രം ഇടപെടുന്ന ഒരു സ്വഭാവ രീതിയാണ് പൊതുവെ മനുഷ്യവംശത്തിനുള്ളത്. എന്നാൽ ക്രിസ്ത്യാനിയായ നീ, ക്രിസ്തുവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നീ അതിൽ നിന്ന് വിഭിന്നനാണ്. നീ സന്തോഷിക്കരുതെന്നോ മനുഷ്യരെ പോലെ ജീവിക്കരുതെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കൽപ്പിക്കുന്നു, വിജാതീയരെ പോലെ വ്യർത്ഥചിന്തയിൽ നീ കഴിയരുത്. ബി റിയലിസ്റ്റിക്.
യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്ന് യാഥാർത്ഥ്യ ബോധത്തിൽ നീ ജീവിക്കുക എന്നാണ് അവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. 18-ാമത്തെ വചനം പറയുകയാണ്, ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ശ്ലീഹ പറയുന്നു, 1 തിമോത്തിയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഈ വക കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരങ്ങളെ നീ അവഗണിക്കരുത്. നിനക്ക് ഇതുവരെ ഒത്തിരി നന്മകൾ കൊണ്ട്, ഒത്തിരി ഐശ്വര്യങ്ങൾ കൊണ്ട്, ഒത്തിരി വലിയ കാര്യങ്ങൾ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും പല കെടുതികളിൽ നിന്ന്, പല പ്രയാസങ്ങളിൽ നിന്ന്, അപകടങ്ങളിലെല്ലാം നിന്നെ കാത്ത് രക്ഷിക്കുകയും വലിയ ദുരന്തങ്ങളിൽ നിന്നും നാണക്കേടുകളിൽ നിന്നുമൊക്കെ നിന്നെ മറച്ചു പിടിക്കുകയും ചെയ്തത് മറ്റാരുമല്ല, നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ ധിക്കരിച്ച് വീണ്ടും ലോകപ്രകാരമുള്ള വ്യർത്ഥ ചിന്തയിലും അനാശാസ്യമായ കാര്യങ്ങളിലേക്കും ഇടപെടുമ്പോൾ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച്, ഹൃദയത്തിൻ്റെ അഹങ്കാരം നിമിത്തം, ഹൃദയത്തിൻ്റെ കടുപ്പ് നിമിത്തം, കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ മാനുഷികമായി ചിന്തിക്കുകയും ലോക അറിവിൻ്റെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി അന്ധകാരപ്പെടുകയാണ്. ന്യായമായ പ്രകാശം, ദൈവത്തിൻ്റെ ജീവനുള്ള പ്രകാശം നമ്മിലേക്ക് ഭവിക്കുന്നില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വലിയ ഉത്തമ ബോധ്യങ്ങൾ ഇവിടെ ശ്ലീഹ നമുക്ക് തരികയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിനനുസരിച്ച് മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും. അതെ, എന്നെയും നിങ്ങളെക്കുറിച്ച് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചും ദൈവപുത്രനെക്കുറിച്ചും മശിഹായ എന്ന കർത്താവായ യേശുമിശിഹായെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധ്യവും ധാരണയും കൊണ്ട് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ആ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച്, യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യുക്തി വിചാരങ്ങൾ നിഷ്ഫലമാകുന്നു, വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്നു. അതാണ് ഇവിടെ ശ്ലീഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. ഇത് വലിയ ബോധ്യത്തോടെയാണ് പരിശുദ്ധനായ ശ്ലീഹ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. തിരുവചനം ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തകൾക്കും അനുസരിച്ചല്ല ജീവിക്കേണ്ടത്. പിന്നെയോ എന്ത് ചെയ്യണമെന്ന് ഇവിടെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നു. എഫേസോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യുക്തിസഹമായ ചിന്തയിൽ നിന്ന് മാറി, യുക്തി വേണ്ടെന്നോ ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കേണ്ട എന്നോ അല്ല കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, നിത്യവും നവീകരിക്കപ്പെടട്ടെ. മനസ്സിൻ്റെ ചൈതന്യത്തിൽ ഓരോ നിമിഷത്തിലും പുതുതാക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവീൻ. ഓരോ നിമിഷവും നമ്മൾ അങ്ങനെ ആയിത്തീരാനാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
അനുഗ്രഹിക്കപ്പെട്ടവരെ, നീ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും, വിദ്യാഭ്യാസത്തിലോ, നിൻ്റെ ചിന്തയിലോ, നിൻ്റെ വികാരത്തിലോ, നിൻ്റെ സാമ്പത്തിക നേട്ടത്തിലോ, നിൻ്റെ സാമൂഹിക ഉന്നതിയിലോ നീ ആശ്രയിച്ച് നന്നായി അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതാണ് തിരുവചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നീ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവീൻ. വസ്ത്രം ധരിക്കുന്നത് പോലെ ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ യഥാർത്ഥമായ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഒരു പുതുക്കപ്പെട്ട മനുഷ്യനായി തീരാൻ, ഒരു നല്ല ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ എഫേസോസിൻ്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. അതിന് വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന, വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ പരിശ്രമിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ഈ മനസ്സിൻ്റെ ചൈതന്യത്തിൽ ദൈനംദിനം നവീകരിക്കപ്പെടാൻ സാധിച്ചില്ലെന്ന് വരും. എന്നാൽ നമ്മുടെ പരിശ്രമവും ദൈവത്തിൻ്റെ ഇടപെടലും അവിടെ കാണുമ്പോൾ, അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് യാഥാർത്ഥ്യമായി ഭവിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇതാണ്, നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. കാഴ്ചപ്പാടുകളെ, തോന്നലുകളെ, വിചാരങ്ങളെ, ബുദ്ധിയെ, നമ്മുടെ യുക്തിക്കും നമ്മുടെ ഹൃദയകാഠിന്യ നിമിത്തവും നമ്മൾ ഇടപെട്ടാൽ ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ വരും. എന്നാൽ ദൈവത്തിന് പൂർണ്ണ വിധേയത്വത്തോടുകൂടെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ പൂർണ്ണമായ ഒരു വിടുതലാണ് സംഭവിക്കുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും പറയുകയാണ്, നീ ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് നീ തിരിച്ചറിയുക. അങ്ങനെ നീ അറിയുമ്പോൾ അവിടുന്ന് നിനക്ക് നൽകിയിട്ടുള്ള മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. മഹത്വത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിലും നമ്മൾ ഇതുപോലെ തന്നെ കാണുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം ഉപദേശിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ളത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ: പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഒരു ദൈവ പൈതലായി, ദൈവത്തിൻ്റെ ഇഷ്ടനായി, വിശുദ്ധനായി, ദൈവത്തിന് യോജിച്ച വിധത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്, അഥവാ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിത് സാധിക്കുന്നത് ദൈവിക പദ്ധതിയിലൂടെ മാത്രമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ പ്രത്യാശയും ഈ ദൈവ അനുഗ്രഹവും പ്രാപിച്ച് ദൈനംദിനം മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് പുരോഗതി പ്രാപിക്കുന്നത്? അതിനുള്ള മാർഗമാണ് തിരുവചന ധ്യാനവും, തിരുവചന വായനയും പ്രാർത്ഥനയും ധ്യാനവുമൊക്കെ. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രാർത്ഥനയുള്ള ആഭിമുഖ്യം നമുക്ക് കുറയും. ഒരു ദിവസം വചനം വായിക്കാതിരുന്നാൽ അതിനുള്ള ആഭിമുഖ്യം നമുക്ക് കുറഞ്ഞു വന്നേക്കാം. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ യുക്തിയിലും ഈ ലോകത്തിൻ്റെ ചിന്തയിലുമാണ്.
അവിടെ തന്നെ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ചൈതന്യം നമുക്ക് ശിഥിലമായി പോവുകയാണ്. എന്നാൽ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ദിവസം നമ്മളിൽ നിന്ന് മുടങ്ങിപ്പോയാൽ, ഒരു പ്രാവശ്യം നമ്മൾ മുടങ്ങിപ്പോയാൽ, നമ്മൾ ദൈനംദിനം അനുഷ്ഠിച്ചു വരുന്ന പ്രാർത്ഥനാ ശൈലിക്ക് മാറ്റം വരുമ്പോൾ അവിടെ പിശാച് കയറി സ്വാധീനം ചെലുത്തും. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പിശാച് നമ്മളിൽ ഇഷ്ടപ്പെടുകയാണ്, പിശാച് നമ്മളെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ ആ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു, തിരുവചന വായനയിൽ നിന്നും വേദഭാഗം പരിശോധനയിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോവുകയാണ്. എന്നാൽ ദൈനംദിനം വചനം വായിക്കുകയും ദൈനംദിനം ദൈവവുമായിട്ടുള്ള അഭിമുഖം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ വിലപ്പെട്ടതായ ഈ അഭിവൃദ്ധി, ഈ പുരോഗതി മറ്റുള്ളവർ കാണാനിടയാവും നമ്മിൽ. അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒരു ദിവസം വചനം വായിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, സ്നേഹമുള്ളവരെ, നമ്മൾ ലൗകിക മനുഷ്യൻ്റെ ചിന്തയിലേക്ക് അടിപ്പെടുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ വചനം പറയുന്നു, ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾ, ആത്മീയ ദാനങ്ങൾ എങ്ങനെയുള്ളതാ? അത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ നമുക്ക് സാധിക്കാതെ പോകും. അവിടെ പിശാച് കയറി വാസം ചെയ്യും. ആയതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈനംദിനം മനസ്സിൻ്റെ ചൈതന്യത്തിലായിരിക്കാൻ നാം ചെയ്യേണ്ട പ്രധാന കാര്യം തിരുവചന വായനയും വിശുദ്ധ വേദപുസ്തക വായനയും നിരന്തരമുള്ള ദൈവവുമായിട്ടുള്ള മുഖാമുഖ സംസർഗവുമാണ്, പ്രാർത്ഥനയുമാണ് നമ്മെ അതിനെ പ്രാപ്തരാക്കി തീർക്കുന്നത്. ഇനിയും തീർന്നില്ല. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മൾ നിരന്തരം വചനം വായിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ വലിയ അനുഭവങ്ങൾ, വലിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, പരാതിപ്പെടുകയാണ്. അതിൻ്റെ അവസാന ഭാഗം നോക്കൂ: ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എൻ്റെ ജനവുമായി, ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്താണ് ഉടമ്പടി? എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. വചനം വായിക്കുമ്പോൾ ദൈവവുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ മനസ്സിൽ ദൈവം എഴുതുകയാണ്, ഹൃദയത്തിൽ എഴുതുകയാണ്. മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുന്ന, തിരുവചനം വായിക്കുന്ന, ദൈവവുമായി മുഖാമുഖം സംസർഗം നടത്തുന്ന, പ്രാർത്ഥിക്കുന്ന, ധ്യാനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ ദൈവം തിരുവചനങ്ങളെ എഴുതി ചേർക്കുകയാണ്. ശക്തനായ ദൈവം മാറാത്ത തിരുവായ് കൊണ്ട് അരുളി ചെയ്തിരിക്കുകയാണ്, എൻ്റെ വചനങ്ങൾ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈ വചനം പരിശോധിച്ച് നോക്കണം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്: എൻ്റെ വചനം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യും, മനസ്സിൽ ഞാനത് ഉറപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നിരന്തരം വചനം വായിക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധിയിലേക്കുള്ള പുരോഗതി ദൈവം ഇങ്ങനെയാണ് നൽകുന്നത്. ഇനിയും തീർന്നില്ല. പരിശോധിക്കുക, 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിലും നമ്മൾ ഇങ്ങനെ തന്നെ കാണുകയാണോ: നിങ്ങളോ
അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന, അന്ധകാരത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ഇരുട്ടിൽ നിന്ന്, ഹൃദയകാഠിന്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്നേഹമുള്ളവരെ, ശക്തനായ ദൈവം തനിക്ക് പ്രിയപ്പെട്ടവരായി തൻ്റെ സ്വന്തമായി നമ്മളെ കരുതുകയാണ്. നമുക്ക് അധികാരങ്ങളും അവകാശങ്ങളും ദൈവം നൽകുകയാണ്. എങ്ങനെയാണെങ്കിൽ തിരുവചനത്തിൻ്റെ ശ്രദ്ധയിലായിരിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ അനുഷ്ഠാനത്തിലായിരിക്കുമ്പോൾ, പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൃപാവരവും നിമിത്തം കൈവപ്പോഴി നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ അവഗണിക്കരുത്. നമ്മൾ സമൃദ്ധിയിലേക്ക്, നന്മയിലേക്ക് ജീവിക്കുവാൻ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്താൽ നമ്മൾ നിറയ്ക്കപ്പെടുവാൻ, ലൗകിക ചിന്തയിൽ നിന്ന് അകന്ന് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലോകപരമായ നേട്ടവും ആത്മീയമായ നേട്ടവും ദൈവീക കൂട്ടായ്മയും നമുക്ക് ഒരുപോലെ ലഭിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ ശ്ലീഹ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും, സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കി കളയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. നോക്കൂ, നമുക്കൊക്കെ തോന്നിയേക്കാം ഈ പറയുന്നത് പോലെ എപ്പോഴും മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടാൻ, ഈ ലോകത്തിന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറി നിൽക്കണം. അത് ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ടാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണ്, എങ്കിലും ജഡത്തിൻ്റെ ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല. ഇതാണ് എനിക്കും നിങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ നവീനമായ ഒരു ചൈതന്യത്തിൽ ഓരോ ദിവസവും പുതുക്കപ്പെടുവാൻ നമ്മൾ ഉപയോഗിക്കേണ്ട സമരായുധങ്ങൾ ജഡീകമായ ആയുധങ്ങളല്ല. പിന്നെയോ എന്താണ്? നമ്മുടെ ആയുധങ്ങൾ വലിയ കോട്ടകളെ പോലും തകർക്കുന്നതായിരിക്കണം. അതാണ് പറയുന്നത്, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സമരായുധങ്ങൾ ശക്തമാണ്. ആത്മീയമായ ആയുധങ്ങൾ വളരെയേറെ ശക്തമാണ്. തിരുവചനം വായിക്കുകയും ദൈവവുമായി സംസർഗം നടത്തുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, സ്നേഹമുള്ളവരെ, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ അവ പര്യാപ്തമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നിനക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും 1 തീമോത്തിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ പറയുകയാണ്, നീ ഉപേക്ഷ വിചാരിക്കരുത്, നിൻ്റെ അഭിവൃദ്ധി എല്ലാവരും അറിയട്ടെ. അതാണ് നമ്മൾ വായിച്ചു വന്ന തിരുവചനം. 1 തീമോത്തിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ. വചനപ്രകാരവും പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പൊഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം നീ അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. നീ അനുഷ്ഠിക്കേണ്ടത് വചനം വായിക്കുക, വചനം ശ്രദ്ധയോടെ വായിക്കുക. നിൻ്റെ ഹൃദയത്തിൽ അത് ദൈവം എഴുതും. ദൈവം നിനക്ക് എന്നും സ്നേഹത്തോടെ സ്വന്തം ജനമായി നിന്നെ കരുതി പരിരക്ഷിക്കും. പിന്നെയോ എന്താണ്? അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിൻ്റെ പുരോഗതി അറിയട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധനായ ദാവീദ് ദീർഘദർശി സങ്കീർത്തനത്തിൽ 37-ാം സങ്കീർത്തനത്തിൽ 31-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കാലടികൾ വഴുതുന്നില്ല. നമ്മൾ എപ്പോഴും മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിനെന്ന് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ
13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ വയ്ക്കുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പുതിയ പുതിയ ശക്തിയിൽ, മനസ്സിൻ്റെ പുതിയ നവീകരിക്കപ്പെട്ട ചൈതന്യത്തിലായിത്തീരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളെ തകർക്കാനും ഈ വചനം മതിയായതാണ്. സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തീർക്കാൻ ഈ വചനം മതിയായതാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏത് ദുർഗമങ്ങളായ കോട്ടകളെയും തകർക്കുന്ന കർത്താവിൻ്റെ തിരുവചനം നിങ്ങളിൽ വസിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുവചനം നിരന്തരം വായിക്കുവാനും അങ്ങയുടെ വചനത്തിൻ്റെ വലിയ അഭിഷേകത്തിലായിരിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് വലിയ രാജാവായി ലോകം മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയുള്ള സകല ജീവജാലങ്ങളിലും അങ്ങയുടെ ചൈതന്യം നിറയ്ക്കട്ടെ കർത്താവേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഞങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ ഞങ്ങൾ പുതുക്കപ്പെടട്ടെ. ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിവൃദ്ധിയുള്ളവരായി, പുരോഗതിയുള്ളവരായി കാണപ്പെടുവാൻ അങ്ങിടയാക്കണമേ. കാരുണ്യവാനായ കർത്താവെ, ഹൃദയത്തിൻ്റെ കാഠിന്യം ഞങ്ങൾ നീക്കിക്കളഞ്ഞ്, ഈ ലോകത്തിൻ്റെ യുക്തിസഹമായ ചിന്ത ഞങ്ങൾ നീക്കിക്കളഞ്ഞ് അങ്ങയിൽ പൂർണ്ണമായ ആശ്രയിക്കാൻ, ശരണപ്പെടാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവും വിശുദ്ധ മാലാഖമാരും സകല വിശുദ്ധരും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.